അതില്ലേ എൻ്റെയൊക്കെ ചെറുതിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ പ്രത്യേക ഒരു കളർ കിട്ടിയില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും പോണ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഗുഡ് വില്ല് എന്ന് പറയണത്. ഇപ്പോഴും അതിന് വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ഇപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഓണായിട്ട് ഗുഡ് വില്ലിലും അതുപോലെ ഉർവശിയിലൊക്കെ പോയായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു രണ്ട് സ്ഥലത്തും. നേരത്തെയൊക്കെ ഗുഡ് വില്ല് എന്ന് പറയുമ്പോഴത്തേനും മോർ ടു ഒരു എക്സ്പെൻസീവ് സൈഡായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് അടിപൊളി ഓർണമെന്റ്സ് ഇപ്പോൾ ഇവിടെ കിട്ടാനുണ്ട്. അതുപോലെ ഉർവശിയിലും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ജോന് ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട് എയറി എന്ന് പറയുന്ന കോൺവെന്റ് ജംഗ്ഷനിൽ തന്നെയുള്ള ഈ ഒരു ഷോപ്പിൽ കയറിയായിരുന്നേ. ജോ ചെറുതായിരിക്കുമ്പോൾ മുതൽ ഇവിടുന്ന് ഞങ്ങൾ ഷൂസ് മേടിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സെൻട്രൽ സ്ക്വയറിലാണ്. അവിടെ ഒരു പ്ലേ ഏരിയ തുടങ്ങിയിട്ടുണ്ടെന്ന് ഒത്തിരി റീൽസിൽ ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് മോനെ ഓരോരുത്തരും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ കളിപ്പിക്കാനേ. ഞങ്ങളൊരു ഉച്ച സമയത്താണ് കേട്ടോ അവിടെ ചെന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 500 റുപ്പീസ് മുതൽ നമുക്കിവിടെ റീചാർജ് ചെയ്യാം. ഇനി ഈ കാണുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ടോ, ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരു 2 മണിക്കൂർ വരെയൊക്കെ ലീവ് ചെയ്തിട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചെയ്യാം. ഞാൻ മോനെ അവിടെ ആക്കിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു. അവനും ഹാപ്പി, സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാനും ഹാപ്പിയായി.